ഇന്ന് രാവിലെ ഫുഡിന്റെ പേരിൽ കിച്ചണിൽ വലിയൊരു വഴക്ക് നടന്നു. അത് കിച്ചൺ ടീമിനെ തന്നെ മാറ്റുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് അനുമോള് ലക്ഷ്മിയൊക്കെയാണ് ഒരു ടീമിലുള്ളത്. എല്ലാവർക്കും 2 ദോശ വെച്ചാണ് കൊടുത്തത്. താരതമ്യേന ചെറിയ ദോശയാണ്. സ്വാഭാവികമായിട്ട് നല്ല വണ്ണവും പൊക്കവും ഒക്കെ ഉള്ള മനുഷ്യന്മാരൊക്കെ ഉള്ള വീട്ടിൽ 2 ദോശയൊന്നും ചിലപ്പോൾ രാവിലെ ആർക്കും ഒന്നും ആവില്ല. ഇപ്പോൾ ഫുഡ് ഇല്ലാത്ത സമയത്ത് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും. ഫുഡ് ഉണ്ട് അവിടെ, മാവൊക്കെ ആവശ്യം പോലെ ഉണ്ട്. 3 ദോശ വെച്ച് വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ 3 വേണമെന്ന് പറയുന്നവർക്ക് 3 എണ്ണം കൊടുക്കാം. ഈ ബിഗ് ബോസ് വീട്ടിൽ 20 പേരുണ്ടെങ്കിൽ 20 പേരുടെയും വയർ ഒരുപോലെയല്ല. അതായത് അനുമോള് കഴിക്കുന്ന വീതം കഴിച്ചാൽ അക്ബറിനൊന്നും ആവത്തില്ല, അല്ലെങ്കിൽ നെവിനൊന്നും ആകത്തില്ല. ഓരോരുത്തരുടെയും ശരീരത്തിനും സൈസിനും അനുസരിച്ച് ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ എല്ലാവരെയും ഒരേ ത്രാസിൽ നമുക്ക് ബിഗ് ബോസിൽ തൂക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു മര്യാദയും ഒരു സാമാന്യ ബോധവുമാണ്. അപ്പോൾ കിച്ചൺ ടീം ക്യാപ്റ്റൻ ലക്ഷ്മി ആണെങ്കിലും എല്ലാവർക്കും 2 ദോശ വെച്ച് കൊടുത്താൽ മതിയെന്ന് അനുമോള് പറയുന്നു. ഒരുപാട് കൊടുത്ത് ശീലിപ്പിക്കേണ്ട എന്നും പറയുന്നു. എന്നിട്ട് ഫുഡ് ചോദിക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള അനുവിൻ്റെ ഒരു സ്റ്റൈലുണ്ട്. ഇത് നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. ഇനി എന്തൊക്കെ ന്യായം അനുവിൻ്റെ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞാലും ഭക്ഷണം കൊടുക്കുന്ന സമയത്തുള്ള അനുവിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് മോശമെന്ന് പറഞ്ഞാൽ മോശം 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 വളരെ മോശം. ഓക്കെ, ഫുഡാണ്. ആരുടെയും തറവാട്ടിൽ നിന്ന് കൊണ്ടുവച്ചിട്ടുള്ളതല്ല. അത് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ബിഗ് ബോസ് കൊടുക്കുന്ന ഫുഡാണ്. അനുമോള് മാത്രമല്ല, അവിടെ നിൽക്കുന്ന എല്ലാവരും ബിഗ് ബോസിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. അവിടെ അവർ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, അവർ വർക്ക് ചെയ്യുന്നുണ്ട്, ടാസ്ക് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് ആവശ്യമായ ഫുഡ് അവർ ആവശ്യപ്പെട്ടാൽ കൊടുക്കണം. സാധനം ഇല്ലെങ്കിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു സമയത്ത് അനുമോൾ അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് അവിടെ സാധനം ഉണ്ടായിട്ടും അനുമോള് കൊടുക്കാൻ വിസമ്മതിച്ചത് വലിയ വഴക്കിലേക്ക് പോയി. അതിന്റെ ഒടുവിൽ ക്യാപ്റ്റൻ നെവിൻ എന്ത് ചെയ്തു? ആദ്യം അനുമോളെ മാറ്റാൻ തീരുമാനിച്ചു കിച്ചൺ ടീമിൽ നിന്ന്. അപ്പോൾ അഭിലാഷ് ഒരു പോയിന്റ് പറഞ്ഞു, ഈ അടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ നീ ഇവരെ പിടിച്ച് കിച്ചണിൽ ഇട്ടത്. അപ്പോൾ അനുമോളെ മാത്രമായിട്ട് നീ ഇനിയിപ്പോൾ മാറ്റുകയാണെങ്കിൽ മുഴുവൻ ടീമിനെയും സ്വിച്ച് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ബാത്റൂം ടീമിനെ കിച്ചൺ ടീമിലേക്ക് മാറ്റുകയും കിച്ചൺ ടീമിനെ ബാത്റൂമിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ മൊത്തത്തിൽ നോക്കി കാണുമ്പോൾ ഇവിടെ അനുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് മാറിപ്പോയിരുന്ന് പാവത്തിനെ പോലെ നിന്ന് കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? പടക്കപ്പുരയ്ക്ക് നമ്മൾ പോയി തീയിട്ടു. നമ്മൾ തീയിട്ട് അത് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നിട്ട് മാറി ഒന്നും അറിയാത്ത പോലെ ഒന്ന് കരഞ്ഞുകൊണ്ടിരുന്ന തീയിട്ടത് തന്നെയാണ്. ഇവിടെ അനുമോൾ ഉണ്ടാക്കിയ പ്രശ്നത്തിൽ നിന്ന് അവർക്ക് ഒളിച്ചോടാൻ പറ്റില്ല. മാറിയിരുന്ന് സങ്കടം കാണിച്ചാലോ കരഞ്ഞു പിഴിഞ്ഞാലോ ഒന്നും ഒരു കാര്യവുമില്ല. ഇനി എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ന്യായമായിട്ട് തന്നെ പറഞ്ഞേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അനുമോളുടെ ഭാഗത്ത് ഇന്ന് രാവിലെ നടന്ന വിഷയത്തിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട്. ഇതേ സംഭവം അനുമോൾ കിച്ചണിൽ നിൽക്കുമ്പോഴൊക്കെ എച്ചിക്കണക്ക് പറയും ഭക്ഷണത്തിൻ്റെ പേരിൽ. വളരെ മോശം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.